ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ പാലീസ് ആണ്. പാലീസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ കറിയാണ്. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ പലതരം ചെമ്മീൻ ഉണ്ട്. വലിയ ചെമ്മീൻ, കൊഞ്ച്, അങ്ങനെ എല്ലാം വെച്ചിട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ചെമ്മീനാണ്, ഒരു ഇടത്തരം ചെമ്മീനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ചെമ്മീൻ പാലീസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് എന്തിൽ കൂട്ടിയും കഴിക്കാം നമുക്ക്. അതായത് കുറ്റിപ്പുട്ടോ, ചപ്പാത്തിയോ, നൂലപ്പോ, അങ്ങനെ അപ്പങ്ങൾ എന്ത് വെച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം. അത്രയും ടേസ്റ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് പരിചയപ്പെടുത്തി തന്നാലോ. ഇതിലിപ്പോൾ ഞാൻ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, നല്ല ഫ്രഷ് ചെമ്മീനാണ്. ഈ തരമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ, നല്ല ചെമ്മീന് 1 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 സബോള എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി, ഇഞ്ചി, പുളിയുള്ള തക്കാളി, തേങ്ങാപ്പൂ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീർ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് കറുവപ്പല. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ ചെമ്മീൻ പാലീസ് കറി ഉണ്ടാക്കാൻ പോണത്. ഒരു വ്യത്യസ്തമായ കറിയായിരിക്കും, നല്ല ടേസ്റ്റിയുള്ള കറിയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. മറ്റേ മീൻ നേരെയാക്കണ പോലെയല്ല, ഈ ചെമ്മീൻ നേരെയാക്കുമ്പോൾ ഇതിലൊരു നരമ്പുണ്ട്, അത് പ്രത്യേകം എടുത്തു കളയണം. ഇങ്ങനെ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടത്തിൽ കൂടെ ഒരു നരമ്പ് വരുന്നുണ്ട്, അത് നമ്മൾ പ്രത്യേകം എടുത്തു കളയണം. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതങ്ങനെ വലിച്ചെടുക്കണം. ഇതാണ് പറയുന്നത്. ഇതാ കണ്ടില്ലേ, ഈ നരമ്പാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മീനൊക്കെ അങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കാം. നല്ല ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ലപോലെ കഴുകിയെടുക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ നമ്മുടെ അതാ വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 കിലോ ചെമ്മീൻ എടുത്താണ്, ഇതിപ്പോൾ 3 കിലോനായി. ഇതൊന്ന് നമുക്ക് ആദ്യം ഫസ്റ്റ് ഇതിനെ ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് വേവിക്കാം. ഒരു പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ഒഴിച്ചോളൂ, നല്ലപോലെ വേകട്ടെ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഇത്തിരി ഉപ്പും കൂടെ അതിലിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊന്ന് നല്ലപോലെ ഒന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് വേകാൻ വെച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാനൊന്ന് വെച്ച് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാൻ വെച്ച് കൊടുക്കാം. നന്നായി ചൂടായി വന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കണം, നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ 3 സവാള എടുത്തിട്ടുണ്ടായിരുന്നു, നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല നൈസായി കട്ട് ചെയ്താണ്. പൊടിയായിട്ടും അരിയുക, ഇങ്ങനെയും അരിയുക, അതൊക്കെ അവരവരുടെ ഇഷ്ടം. നമ്മൾക്കിതിലേക്ക് തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒരു 4-5 പീസ് എടുത്തതാണ്, നന്നായി പൊടിയായി അരിഞ്ഞതാണ്. നല്ല മണം കിട്ടും ചെറിയുള്ളി ഇട്ട്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മുറുകി വരട്ടെ. നമ്മുടെ സവാള അപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട്, നോക്കിക്കോളൂ. നമുക്കിനി ഇതിലേക്ക് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. നൈസായി കട്ട് ചെയ്താണ് 2 പീസ്. ഇഞ്ചിൻ്റെ ലേശം പച്ചമണമൊക്കെ പോയി കഴിഞ്ഞു. ഇനി നമ്മൾക്കിതിലേക്ക് തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം. പുളിയുള്ള തക്കാളിയാണ്, നോക്കിക്കോളൂ. 2 എടുത്തിട്ടുണ്ട്, നല്ല നൈസായി അരിഞ്ഞതാണ് ഇട്ടു. അപ്പോൾ ഈ തക്കാളിൻ്റെ ഒന്ന് നല്ലപോലെ പേസ്റ്റ് പോലെ ആവണം തക്കാളി. അപ്പോൾ അതൊക്കെ ഒന്ന് ആവട്ടെ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മീൻ എന്തായി നോക്കുക. ചെമ്മീൻ വാ അടിപൊളിയായിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കിക്കോളൂ. നല്ലോണം വേവണം മീൻ. ഇത് വേവാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. നല്ലോണം ഒരു വേവുണ്ട് ചെമ്മീനിന്. അപ്പോൾ തക്കാളി ഇതെല്ലാം നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി വീട്ടിലനുസരിച്ച് എരിവിനനുസരിച്ചിട്ട്. കാശ്മീർ മുളക് പൊടി എരിവുണ്ടാവില്ല, കളറിനാണ്. മല്ലിപ്പൊടി ലേശം ഇട്ട് കൊടുക്കാം, ലേശം മതി. ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, ലേശം മതി. ഉപ്പ് ലേശം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ നല്ല പച്ചമണം പോയിട്ടുണ്ട്. നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 തേങ്ങൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്, നോക്കിക്കോളൂ.
നല്ല കട്ടിപ്പാലാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇതിൽ കൊഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പാലീസിൻ്റെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഇതാ വെന്തുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കോളൂ. ഇതേപോലെ നല്ല പോലെ ചെമ്മീൻ വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫാക്കിയിടാം. ഇത് നല്ല വെന്ത ചെമ്മീനാണ്. നമുക്ക് ഇതിലേക്ക് ഒന്ന് കൊട്ടിക്കൊടുക്കാം. നോക്കിക്കോളൂ. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെമ്മീൻ ഇതേപോലെ നല്ല പോലെ ഒന്ന് വേവാനുണ്ട്. വെന്തില്ല വെച്ച് ഇതിലിട്ട് വേവിക്കുക, പക്ഷെ നമുക്ക് വേവ് കുറവായിരിക്കും. അപ്പോൾ ഇതുപോലെ തനിയെ വേവിച്ചിട്ട് ഇതിലിടേണ്ടതാണ്. കുട്ടികളൊക്കെ കഴിക്കുന്നത് കാരണം നമുക്ക് നല്ല വേവിക്കണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്കൊന്ന് ഉപ്പും മുളകും എല്ലാം ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് മതി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം. കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ചെമ്മീൻ പാലീസ് കറക്റ്റായി. നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. നമുക്കിനി കറിവേപ്പില കഴുകി വെച്ചതാണ്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ബാബു, നമ്മുടെ ചെമ്മീൻ പാലീസ് റെഡി ആയിട്ടുണ്ട്. വന്ന് കഴിക്കട ബാബു. ചെമ്മീൻ പാലീസ് പറയുമ്പോൾ ഒരു കിടക്കാച്ച ഐറ്റമാണ്, ഒരു വെറൈറ്റി പുഷ്പമ്മന്റെ സ്പെഷ്യൽ ഐറ്റം. വെറൈറ്റി കറിയാണ്. ചെമ്മീൻ ഇങ്ങനെ ചെമ്മീൻ പലതരത്തിലും വെക്കും, പക്ഷെ ഞാനൊരു വ്യത്യാസമായിട്ട് അടിപൊളിയായിട്ട് ചെമ്മീനിന്റെ പൂർണ്ണ വേവിലെത്തിയ ഓരോ പീസുകൾ കിടക്കണം. കണ്ടാ എന്തായാലും ഗംഭീരമായിട്ടാണ് ഒരു കഴിച്ചു നോക്കാം. പുഷ്പമ്മ ഇത്തിരി ഗ്രേവിയോടെ എടുത്തോ. ഗ്രേവിയോടെ എടുക്കണം അല്ലേ? എന്നാലും അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഗ്രേവിയോടെ ഇതിന്റെ കഴിക്കണം, എന്നാലാണ് ടേസ്റ്റ് അറിയുള്ളൂ. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല ചൂടും ഉണ്ട്. മുട്ടണ്ട പൊളിച്ചു. സ്പൂണിന് മെഴുങ്ങണ്ട. പൊള്ളപ്പൻ ചെമ്മീൻ പാലീസ് സൂപ്പർ ആണ്. സൂപ്പർ പാലീസ് പറഞ്ഞ പേരിട്ട് അമ്മ എന്താണ് വെറുതെ പാലൊഴിച്ചപ്പോ ഒരു പേരിട്ട് സ്പെഷ്യൽ പാലൊഴിച്ചിട്ടുള്ളതല്ലേ, തേങ്ങാപ്പാലിൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നെയ്മൊക്കെ പുഷ്പമ്മ ചേർത്തിയത്. അപ്പൊ എന്തായാലും ചെമ്മീൻ പാലീസ് സൂപ്പർ. അതിന്റെ ഒരു വെറൈറ്റി ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ കമന്റ്സ് പുഷ്പമ്മനെ അറിയിച്ചേ പറ്റുള്ളൂ. അത്രയ്ക്ക് സംഭവം ഇങ്ങനെ ഗ്രേവി ഒക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി. എല്ലാ ഫുഡിന്റെ കൂടിയും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രേവി സ്റ്റൈലിലാണ് പുഷ്പമ്മ ഇത് വെച്ചിരിക്കുന്നത്. അത് അത്രയ്ക്ക് അടിപൊളി ഐറ്റമാണ്. പുഷ്പമ്മ എന്തെങ്കിലും പറയണ്ട എല്ലാവരോടും? ഇത് വന്നിട്ട് നൂലപ്പത്തിന്, നമ്മുടെ വെള്ളയപ്പത്തിന്, ആപ്പം, പിന്നെന്താ പറയാ പൊറോട്ട, ചപ്പാത്തി, പൊറോട്ട എല്ലാം നല്ല ടേസ്റ്റ്. ചോറിനും കഴിക്കാം. ചോറിന്റെ കൂടിയും കുട്ടികൾക്കൊക്കെ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാണ്. കുട്ടികൾക്കും കൂടെ കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ വേവടക്കം കറക്റ്റ് എരിവും കമ്മിയാക്കി കറക്റ്റ് നല്ല സ്മൂത്ത് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും. പുഷ്പം എന്തെങ്കിലും പറയും നമ്മുടെ ആളുകളുടെ അടുത്ത്? അതിന് ഇതേപോലെ കുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. ഞായറാഴ്ചകളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കഴിക്കാം. നല്ല പ്രത്യേകിച്ച് 2-3 ദിവസം ഇരിക്കും ചെയ്യും കറി. അധികം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം വെച്ചാൽ 2-3 ദിവസം ഈ കറി എടുത്തും വെക്കാം. എല്ലാവരും കൂടെ കഴിക്കുകയും ചെയ്യാം. നമുക്ക് ഹോട്ടലുകളിലൊന്നും പോകണ്ട. ഇതേപോലെ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും തന്നെ, കുട്ടികൾക്ക് എന്നല്ല എല്ലാവർക്കും ട്രൈ ചെയ്തിട്ട് നമ്മുടെ പുഷ്പമ്മനെ അറിയിക്കുക. സന്തോഷവും ഇതേപോലെ ഒരു കറി ഉണ്ടാക്കി നമുക്ക് ഹോട്ടലിലടക്കം പോകണ്ട. എത്ര നല്ല കറികളാണ്. എവിടെയും ഹോട്ടലിൽ എവിടെയും കിട്ടില്ലത്. പുഷ്പമ്മന്റെ കയ്യിലുള്ള കൈപ്പുണ്യമാണ്. ഉണ്ടാക്കി കഴിച്ചു നോക്കുക അതേ റെസിപ്പിയില്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ബെൽബട്ടൺ കൊടുക്കുക. എന്നാലും അടുത്ത കിടക്കാച്ചി കറി കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും പാടി കിച്ചന്റെ എല്ലാവർക്കും ബൈ.